അപ്പോൾ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫ്രഷേഴ്സിനാണ് കുറച്ചും കൂടി ഗുണം വരാൻ പോകുന്നത്. അപ്പോൾ MBA കോഴ്സൊക്കെ ചെയ്ത ഫ്രഷേഴ്സോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇലക്ട്രിക്കൽ പഠിച്ചോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ഉള്ള ഫ്രഷേഴ്സ് ഇറങ്ങുവാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്നതാണ്. ഞാൻ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ഞാനിത് ജനറൽ കുറച്ച് പല കാര്യങ്ങളും കവർ ചെയ്ത് ഒരു ജനറൽ ഇൻ്റർവ്യൂ ആയിരുന്നു ഇങ്ങനെ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും പൊതുവെ എല്ലാവരും നിങ്ങളെപ്പറ്റി ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് എന്തുവേണമെങ്കിൽ സംസാരിക്കാം. നമ്മുടെ ബേസിക് പേരും കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്ന അതിൻ്റെ ഒരു ഇതിവൃത്തത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറിയിൽ ശരിക്കും വേണ്ടത് നിങ്ങളെ ഈ പർട്ടിക്കുലർ പൊസിഷൻ ഇപ്പോൾ ഇലക്ട്രീഷ്യനാണ് ആയിട്ടാണ് എടുക്കണമെങ്കിൽ എടുത്താൽ എന്തായിരിക്കും മെച്ചമുള്ളത് എന്നുള്ളത് ആ ഇലക്ട്രീഷ്യൻ്റെ ക്വാളിറ്റി എന്താണോ ആ ക്വാളിറ്റിക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കണം നിങ്ങളെ ഉത്തരം പറയണേ. അതായത് നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളിൽ പറയാതെ തന്നെ അതിൻ്റെ അകത്ത് കൊള്ളണം നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ ഒരു ക്വാളിറ്റി, അതായത് അവരുടെ പഞ്ച്വാലിറ്റി അല്ലെങ്കിൽ അയാളുടെ ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ അയാളുടെ നോളേജും എന്തിലൊക്കെയാണ് നോളേജ് എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒരു ഫ്രഷർ എഞ്ചിനീയർ ആണെങ്കിൽ അയാൾക്ക് ഓട്ടോക്യാഡ് അല്ലെങ്കിൽ റെവിറ്റ് അങ്ങനെയുള്ള ടൂൾസൊക്കെ അറിയാം, പിന്നെ MS ഓഫീസും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ ഒരു അഡ്വാൻറ്റേജാണ്. അങ്ങനത്തെ സോഫ്റ്റ്വെയർസൊക്കെ അറിയുന്നതോറും അഡ്വാൻറ്റേജ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതനുസരിച്ച് വേണം ഫ്രെയിം ചെയ്യാൻ. ആ ഒരു സാധനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നേരത്തെ ഉണ്ടാവണം എന്താണ് നമ്മൾ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ബാക്കപ്പായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ ഇങ്ങനെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇന്ന കാര്യങ്ങൾക്ക് ഐഡിയ ഉണ്ട്, അപ്പോൾ അത് നിങ്ങളുടെ ഒരു കമ്പനിയുടെ ഈ പൊസിഷന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും. ഉദാഹരണത്തിനിപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന MEP പഠിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ അതിന് മുമ്പ് 10 വർഷത്തോളം MEP ഫീൽഡിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടെ എന്നോടൊരു ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ പ്രോജക്ട്സിനെ പറ്റി പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇതിന് നമുക്ക് ഈ കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും. അത് പറയുന്നതും കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കുവാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീൽഡിൽ നോളേജ് ഉണ്ട്, നമുക്ക് ആ കാര്യങ്ങൾ പഠിപ്പിച്ച് അല്ലെങ്കിൽ പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഇനി വേറെ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻ വരുന്നത് 5 വർഷത്തിനുള്ളിൽ എവിടെയാണ് നമ്മൾ എത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അതായത് ആ ചോദ്യം നമ്മൾ കുറച്ച് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ട്രെയിൻ ചെയ്ത് അതിന് വേണ്ടി കാറ്റർ ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഫ്രഷർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ടൊരു സ്ഥലത്ത് കയറുകയാണെങ്കിൽ നമ്മളതിൻ്റെ അകത്ത് പറയുന്നതിൽ ഒരു കാര്യം ഉൾക്കൊള്ളാൻ നമ്മളൊരു ഇത്ര വർഷത്തിനുള്ളിൽ ഇന്ന പൊസിഷനിലെത്താം. അതായത് ഫോർ എക്സാമ്പിൾ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ എഞ്ചിനീയറിംഗ് മാനേജറായിട്ടോ ആ ഒരു റേഞ്ചിലൊക്കെ എത്തും എന്നുള്ളൊരു കാര്യമായിരിക്കും നമ്മളവിടെ നമ്മുടെ പാഷൻ. അപ്പോൾ നമ്മളതനുസരിച്ച് കാര്യങ്ങൾ പഠിക്കുന്നു, നമ്മളവിടെ വർക്കിൽ എത്രത്തോളം ഇൻവോൾവ് ആകും എന്നുള്ള ഒരു ധാരണ അവർക്ക് ലഭിക്കണം. പിന്നെ കോമൺ ആയിട്ടൊക്കെ വരുന്നത് ഡെൽറ്റ ചാർട്ടിനെ പറ്റിയൊക്കെ എന്തായാലും ചോദിക്കും. കാരണം ഇലക്ട്രിക്കൽ എന്നൊരു സാധനം മോട്ടർ ഇല്ലാണ്ടുള്ളൊരു കളിയില്ല. അപ്പോൾ സ്റ്റാർട്ടർ മോട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമുക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് പാർട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഓഫ് കോഴ്സ് നമ്മൾ എഞ്ചിനീയറിങ്ങോ ഡിപ്ലോമ കഴിഞ്ഞവർ അതിൻ്റെ വൈൻഡിങ്ങിനെ പറ്റിയും മറ്റേതും മറിച്ചതും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷേ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സർഫസിൽ വരുമ്പോൾ നമ്മളതിൻ്റെ സ്റ്റാർട്ടറിൻ്റെ പാർട്ടൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് റെഡ്യൂസ് ആകുന്നു, അതുകൊണ്ട് നമുക്ക് ലോസസ് കുറയ്ക്കാൻ പറ്റും. ആദ്യം സ്റ്റാറിലാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടറിൻ്റെ കാര്യം പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാറിലേക്ക് ഓടുന്നത്. അപ്പോൾ വോൾട്ടേജ് 1/3 അതേപോലെ കറണ്ടും 1/3 ആയിട്ട് കുറച്ച് മോട്ടറിൻ്റെ ആ ഇനിഷ്യൽ ഒരു എഫക്റ്റ്, അതായത് ആ സ്റ്റാർട്ടിങ് കറണ്ടിനെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് സ്വിച്ച് ഗിയേഴ്സൊക്കെ അതനുസരിച്ച് ചെറുത് സെലക്ട് ചെയ്താൽ മതി. ഈ 3 ടൈം സ്റ്റാർട്ടിങ് കറണ്ട് സേ 100 ആംപിയറിൻ്റെ ഒരു മോട്ടർ നോർമൽ കണ്ടീഷനിൽ 100 ആംപിയർ എടുക്കുന്നത് സ്റ്റാർട്ടിങ് കറണ്ടിൽ 300 ആംപിയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്വിച്ച് ഗിയേഴ്സ് അതനുസരിച്ച് മാറ്റണം. അപ്പോൾ അത് കുറച്ച് സെക്കൻഡിൽ മാത്രമേ അത്രയും
കറണ്ട് എടുക്കുന്നുള്ളൂ. അതിനുശേഷം അത് നോർമൽ 100ലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് ഗിയേഴ്സ് വെറുതെ അതിന് വേണ്ടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് നഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർ കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 100ലും താഴെയായിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് വരും. എന്നിട്ട് നോർമൽ കണ്ടീഷനിലാകുമ്പോൾ ഈ 100ൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ കറണ്ടിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഡെൽറ്റ എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് വരുമ്പോഴത്തേക്കും മോട്ടർ അതിൻ്റെ ഫുൾ സ്പീഡിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ വിശദമായിട്ട് പഠിച്ചു വെക്കുന്നത്. ഇപ്പോൾ ഞാൻ ബേസിക്കായിട്ട് പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇതിനിടയിൽ ഒരു കോമൺ ക്വസ്റ്റ്യനാണ് വീക്ക്നെസ് എന്താ എന്നുള്ളൊരു ചോദ്യം. നിങ്ങളുടെ വീക്ക്നെസ് എന്താ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ നമ്മൾ വീക്ക്നെസ് എന്താണെന്നുള്ളത് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് പാർട്ടായിട്ടായിരിക്കും പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഞാൻ കുറച്ച് കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആണ്, മറ്റേ ഡാൻസ് കളിച്ച് കൂടുതൽ നന്നായി പോയോ സാർ എന്നൊക്കെ പറയണ പോലത്തെ അത്രയും കോമഡി ആക്കി പോരുത്. കുറച്ച് ആ ഒരു സെറ്റപ്പ് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് നമ്മുടെ എന്താണ് നമ്മുടെ വീക്ക്നെസ്സുകൾ, അത് ഈ കമ്പനിക്ക് സ്ട്രെങ്ത്തായി മാറാൻ സാധ്യതയുള്ള, അതായത് ഇങ്ങനെ ഇപ്പോൾ കുറേ നേരം ഹാർഡ് വർക്കിംഗ് എന്നൊക്കെ പറയും, അത് മീൻസ് നമ്മൾ ഭയങ്കര ഫ്ലാറ്ററിങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ആർട്ടിഫിഷ്യാലിറ്റി തോന്നരുത്. ആ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. മെയിൻലി അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയും, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമുക്കറിയണം. നമ്മുടെ എന്താണ് വീക്ക് പോയിൻ്റ് നമുക്കറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനാണ് പ്രശ്നം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ റെഡിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാക്കിയാൽ അത് നല്ലതാണ്. അതാണ് സെൽഫ് അവെയർ. പിന്നെ ഈ ക്ലീഷേ ഡയലോഗ് അടിക്കണേ, ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം ആക്കാൻ ശ്രമിക്കും, അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവന്മാർക്ക് അപ്ലൈ കത്തും. ഒരു അത്യാവശ്യം നല്ല റേഞ്ച് ഉള്ള HR ആണെങ്കിൽ അവന്മാർക്ക് അപ്ലൈ കത്തും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഈ ജനറേറ്റർ ഓൾട്ടർനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഇപ്പോൾ കോമൺ ആയിട്ട് ചില ക്വസ്റ്റ്യൻസാണ്, ഇത് തന്നെ വരാമെന്നല്ല, പല രീതിയിൽ വരാം. ഇപ്പോൾ MEP ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഡെപ്തിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഡിസൈനൊക്കെ പഠിച്ചു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കാര്യം പഠിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ചോദിക്കാനുള്ള ഏത് വാതിൽ തുറന്നിട്ട് ഏത് വഴിക്കും വേണമെങ്കിൽ അവർക്ക് പോവാം. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കുറേയൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഹോംവർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ജനറേറ്റർ ഓൾട്ടർനേറ്റർ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ, അതറിയാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജനറേറ്ററിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചേക്കുക. ജനറേറ്ററിൽ ഒരു സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, റൊട്ടേറ്റിംഗ് കണ്ടക്ടർ ഉണ്ടാവും, ആർമേച്ചറിൽ റോൾ ചെയ്യുന്ന, അതിൻ്റെ സ്ലിപ്പ് റിങ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നിങ്ങൾ പഠിച്ച് പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അകത്ത് DC കറണ്ടായിട്ട് എക്സ്റ്റേണൽ റോഡിലേക്ക് DC കറണ്ട് കൊടുക്കുന്നു. ഓൾട്ടർനേറ്ററിൻ്റെ അകത്തുനിന്ന് നമുക്ക് AC കറണ്ടും കിട്ടുന്നു. ആ ഒരു ഐഡിയയിൽ ഓർത്ത് വയ്ക്കുക. വിശദമായിട്ടുള്ള ഇതിലേക്ക് പോവുക. പിന്നെ അതുകൂടാതെ നമ്മൾ നേരത്തെ വീക്ക്നെസ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത്തും പറയുക. അപ്പോൾ സ്ട്രെങ്ത്തിൻ്റെ അകത്ത് നമ്മൾ പല മോട്ടിവേഷൻ, പ്രോബ്ലം സോൾവർ, ടീം വർക്ക്, അങ്ങനെ ടീം പ്ലെയർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് പറയാം. നമ്മുടെ ഈ പറഞ്ഞ ഏത് കമ്പനിയുടെ ഇൻ്റർവ്യൂ ആണ് ചെയ്യുന്നത്, അപ്പോൾ അവിടെയുള്ള അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ട് അവർക്ക് ആവശ്യമുള്ള രീതിയിലും കൂടി നമ്മൾ ഇതിനെ ഈ ഒരു ആൻസറിനെ നമ്മൾ സെറ്റാക്കി എടുത്തേ പറ്റൂ. എങ്കിലാണ് അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുള്ളൂ. പിന്നെ AC സിസ്റ്റത്തിന് വരെ DC സിസ്റ്റം എന്താണ് പ്രിഫർ ചെയ്യുന്നതെന്നുള്ള ഒരു ചോദ്യങ്ങൾ വരാം. അപ്പോൾ എന്താണ് കാരണം? ഇപ്പോൾ ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് ചേഞ്ച് ദ വോൾട്ടേജ്. AC നമുക്ക് ട്രാൻസ്ഫോമറൊക്കെ വെച്ച് ചെയ്യാനുള്ള പരിപാടി കുറച്ച് എളുപ്പമാണ്. മറ്റേ DCയുടെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഒക്കെ കോസ്റ്റൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വളരെ ഡെപ്തിലേക്ക് നമ്മൾ പോകണം. ഈ AC സിസ്റ്റത്തിലെ ഫാൾട്ട് ഇൻ്റർപ്റ്റ് ചെയ്യണം DC-യെക്കാളും എളുപ്പം നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി വർക്ക് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നവർ ഈ ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ച് വേണം പോകാൻ വേണ്ടി. എന്താണ് കഴിഞ്ഞ ജോബ് ലീവ് ആക്കിയെന്നുള്ളൊരു കാര്യം, എന്തുകൊണ്ടാണ് അത് ലെഫ്റ്റ് ആയെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഒരിക്കലും നമ്മൾ പഴയ കമ്പനിയെ കുറ്റം പറയരുത്. കാര്യം അത് എത്ര തന്നെ മോശമാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്.
നമ്മൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോയി എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു സാധനമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ ഇതായിരിക്കും, ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴും അവിടെ ചെല്ലുമ്പോഴും അങ്ങനെ ഇതായിരിക്കില്ല നമ്മുടെ കമ്പനിയെ പറ്റി പറയാൻ പോകുന്നത്, അങ്ങനെയുള്ളൊരു സംഭവം നമ്മുടെ മൈൻഡിൽ വരും. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആവുക. ഇപ്പോൾ ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള സ്ഥലത്തൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത്. ബട്ട് ലൈഫിലെപ്പോഴും നമ്മുടെ റെസ്പോൺസിബിലിറ്റി, അത് നമ്മൾ അവിടെ പെട്ടു, ഓക്കെ നമ്മളത് അടുത്തതിലേക്ക് ഓപ്പർച്യൂണിറ്റി തേടി പോകുന്നു. അപ്പോൾ നമ്മളതിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കിട്ടിയിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു ഫെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലേണിംഗ് ആണ്. ഫെയിലിംഗ് ഈസ് സംടൈംസ് ലേണിംഗ് എന്നുള്ളൊരു കാര്യം അതിനകത്ത് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്, വൈ ഷുഡ് ഐ ഹയർ യു. അപ്പോൾ അതിലും ഈ പറഞ്ഞ നമുക്ക് അവിടെ ആവശ്യമുള്ള എന്താണ് ആവശ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡിസൈൻ കമ്പനിക്ക് ആവശ്യമുള്ളത് ഓട്ടോക്യാഡും എം എസ് ഓഫീസും ഇപ്പോൾ റിവിറ്റ് പോലത്തെ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരേക്കും വേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ നമുക്ക് കുറേ മാനേജിങ് സ്കില്ലുണ്ടായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൈറ്റൊക്കെ കുറേ മാനേജ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള സ്കില്ലുണ്ടായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കവിടെ അവർ ഹയർ ചെയ്യണമെന്നില്ല. നമുക്ക് അവരുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നത്. പിന്നെ കേബിൾസിനെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇതൊക്കെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ തന്നുന്നുള്ളൂ. കേബിളിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേബിൾ എന്താണെന്നൊക്കെ പറയണം. പിന്നെ ഇതേപോലത്തെ ഒരു ചോദ്യം എല്ലാത്തിലും കോമൺ ചോദ്യങ്ങളുടെ ഇടയിൽ വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ അക്കംപ്ലിഷ്മെൻ്റ് എന്തായിരുന്നു അതൊക്കെ നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. നമ്മുടെ കാര്യത്തിൽ ക്ലിയറാണെന്നുള്ളൊരു ഐഡിയ കിട്ടണം. അത് വെറുതെ, അതായത് ഇപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഇലക്ട്രിക്കൽ കമ്പനിയിലാണല്ലോ ഇപ്പോൾ നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ ഇതിനെപ്പറ്റി അവർ ചോദിക്കണം. നിങ്ങളുടെ അക്കോംപ്ലിഷ്മെൻറ്റിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പണ്ട് മറ്റേ ഏതോ കരിക്കിലൊക്കെ പറയുന്ന പോലെ എനിക്ക് പണ്ട് കലാതിലകം കിട്ടിയിട്ടുണ്ടെന്ന്, കഥകളിയിൽ എന്തോ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്ത് ഡയലോഗ് അടിക്കാതെ ആ ഒരു സംഭവം ഒരിക്കലും നമ്മൾ പറയരുത്. നമ്മളെപ്പോഴും കമ്പനി സ്പെസിഫിക് ആയിട്ട് ഉള്ള ഒരു ഉത്തരം, ഇതിൽ അക്കംപ്ലിഷ്മെൻറ്റ് അതിൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഉത്തരമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിൽ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പ്രൊജക്റ്റിന് ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എംടെക് ചെയ്യുമ്പോൾ എനിക്ക് പ്രൊജക്റ്റിന് ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാം. എൻ്റെ പ്രൊജക്റ്റ് ഫണ്ടഡ് ബൈ ഇതായിരുന്നു എന്നുള്ള. അപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് 10ാം ക്ലാസ്സിൽ ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ നോക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ജെന്യൂനിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ആധികാരികതയാണ് അവർ അവിടെ ചെക്ക് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കലിലെ എന്തെങ്കിലും ഒരു ചെറിയൊരു ക്വിസ് പ്രോഗ്രാം പങ്കെടുത്തു, അതിൽ നമുക്ക് പ്രൈസ് കിട്ടി. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണല്ലോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പറയാം. അത് എന്താണ് ടു സ്മോളായിട്ട് നമ്മൾ കരുതരുത്, അങ്ങനെയുള്ള കാര്യം. പിന്നെ EMF അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാം. പിന്നെ ഈ ഒരു ചോദ്യം വരാം, ഒരു 3 മാസത്തെ ഇങ്ങനെ നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇത്ര മാസം തരും, അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ, എന്നിട്ട് ഇപ്പോൾ 6 മാസം തരുന്നോ അല്ലെങ്കിൽ 3 മാസം നോക്കട്ടെ, എന്നിട്ട് നമ്മൾ സാലറിയുടെ കേസ് പറയാമെന്നോ. ഇപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവർ അത് വേറെ രീതി ചോദിക്കും, ഈ 3 മാസം കൊണ്ട് നിങ്ങളിൽ നിന്ന് എന്ത് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നമ്മുടെ മൈൻഡിലുണ്ടാവണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് ക്യാരി ഔട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഈ ഒരു സാലറി എക്സ്പെക്റ്റേഷനും നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നല്ലത്. അതായത് ആ ഒരു കമ്പനിയുടെ ഒരു ഐഡിയ നമ്മൾ നേരത്തെ ഈ പാർട്ടിലും മാക്സിമം അങ്ങനെ വല്ല നെറ്റ്വർക്ക്സ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് പേ സ്കെയിലൊക്കെ ഏത് റേഞ്ചൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നല്ലത്. ഓക്കെ, തിരിച്ച് അവർ പിന്നെ ചോദിക്കാനുള്ള സാധ്യത എന്ന് പറയാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒന്നുമില്ല എന്ന് പറയരുത്. നമുക്ക് എന്തെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ അത് നമ്മൾ
അതാണ് പറഞ്ഞത്, ആ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നമ്മൾ നടത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ വേണ്ടി സെറ്റാക്കി വച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ എങ്കിലാണ് നമുക്കൊരു ഇമ്പ്രഷൻ ആവുള്ളൂ. ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖമാവില്ല. അപ്പോൾ വേറെ എന്താ പറയുക, നമ്മളൊന്നുമില്ല എന്ന് പറയണേക്കാളും നല്ലത് നമ്മളെന്തായാലും ചോദിക്കുക. മെയിൻലി എന്താണ് ഇവിടത്തേക്ക് വേണ്ട ക്വാളിറ്റീസ് എന്നൊക്കെ ഉള്ളത് കുറച്ചും കൂടി മീൻസ് ആ ഒരു പർട്ടിക്കുലർ പൊസിഷന് വേണ്ടി എന്തൊക്കെ ക്വാളിറ്റീസാണ് നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ അവരോട് ചോദിച്ച് അറിയാം. അപ്പോൾ അതൊക്കെ ലാസ്റ്റായിട്ട് ചോദിക്കുന്നതായിരിക്കാം. പിന്നെ ടീം പ്ലെയർ ആണോ എന്നുള്ള, അതായത് നമ്മുടെ ഏത് പ്രോജക്റ്റുകളും ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും നമ്മൾ അതിന് ഓക്കെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സംഭവമാണ്. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ചാലഞ്ചസ് എന്തായിരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ വല്ല ഫേസ് ചെയ്ത ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വല്ല ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാം. ഇതൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കായിരിക്കും ചിലപ്പോൾ ആ ചോദ്യങ്ങളും വരുന്നത് അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ടാവും. ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അത്. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് കഥകളൊക്കെ പറഞ്ഞു പോവാം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെയാണ് ആ പ്രോജക്റ്റ് തീർത്തത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ വേറെ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പാഷനും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹവും ആ കമ്പനിയുമായിട്ട് ഒത്തുപോകുന്ന സിങ്കായിട്ട് പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടി വരും. പിന്നെ ചിലപ്പോൾ അവരുടെ കമ്പനിയെ പറ്റി എന്തൊക്കെ അറിയാം എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഡിപ്പെൻസ്. അങ്ങനെ ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞു പോയപ്പോൾ ഇതൊരു വീഡിയോ വളരെ ലെങ്തി ആയി പോകുന്നു, അത് വളരെ ബോറിംഗ് ആയി പോകും. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതേപോലത്തെ ഈ PDF ഒക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്യാവുന്നതേ ഉള്ളൂ, പറഞ്ഞാൽ മതി. ആക്ച്വലി ഇതൊക്കെ ലിങ്ക്ഡിനിൽ നിന്ന് നമുക്ക് തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങളും ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ഇപ്പോൾ ഫ്രഷേഴ്സൊക്കെ ആണെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്തായാലും ഉണ്ടാക്കുക, നെറ്റ്വർക്ക് പതുക്കെ ബിൽഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഇതേപോലെ പല ആൾക്കാരും, നോളജബിൾ ആൾക്കാരും ഷെയർ ചെയ്യുന്ന ഇതേപോലത്തെ പല ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നതും അവിടെ നിന്നൊക്കെ ഈ കിട്ടുന്ന നമുക്ക് ഡോക്യുമെൻറ്റ്സാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ വേറൊരു മീഡിയേറ്റർ മാത്രമാണ്. ഞാൻ പഠിക്കുന്നു, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.